ഗുഡ് മോർണിംഗ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ. മുകേഷ് നൗട്ടിയാലിൻ്റെ ഒരു ലേഖം ബസന്ത് മേരെ ഗാവ് ക എന്ന് പറയുന്ന ഒരു ലേഖമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ വസ്ത്രോത്സവത്തിനെ കുറിച്ച്, ഫുൽദേയി എന്ന് പറയുന്ന ത്യോഹാറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഹൻ രാകേഷ് ജിയുടെ ദിശാഹീൻ ദിശ എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണമാണ്. ആരാണ് മോഹൻ രാകേഷ് എന്ന് നമുക്ക് നോക്കാം. മോഹൻ രാകേഷ് ജന്മ ജനുവരി 1925 ജനുവരി 8 അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1972 ജനുവരി 3 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. മോഹൻ രാകേഷ് ഹിന്ദിയിലെ നൈ കഹാനി എന്ന് പറയുന്ന ആന്തോളൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശസ്ത സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണമായ ആഖിരി ചട്ടാൻ തക് എന്ന് പറയുന്ന യാത്രാവിവരണത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം എടുത്തിരിക്കുന്നത്. അന്തേരെ ബന്ദ് കമരെ, അന്തരാൾ, നാനെ വാല കൽ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളും, ആഷാഢ് ക ഏക് ദിൻ, ലഹരോं का രാജഹംസ്, ആധേ അധൂരെ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകങ്ങളുമാണ്. 1968 അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നോക്കൂ. घर में चलते समय मन में यात्रा की कोई बनी हुई रूपरेखा नहीं थी. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ യാത്രയുടേതായ യാതൊരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല, യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ പോകാൻ പോകുന്ന യാത്രയെക്കുറിച്ച് എനിക്ക് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, രൂപരേഖ, പ്ലാനിങ്. ബസ് ഏക് അസ്ഥിരത ഹി ഥി ജോ മുझे അന്ധർ സെ ധക്കേൽ രഹി ഥി. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിരുന്നു. അതെന്നെ ഇങ്ങനെ മുന്നോട്ട് തള്ളിക്കൊണ്ടേയിരുന്നു. എൻ്റെ മനസ്സിൽ ഉള്ള ഒരു തോന്നൽ എന്നെ മുന്നോട്ട് തള്ളിക്കൊണ്ടേയിരുന്നു. അതായത് ഇന്ന് എവിടേക്കോ പോകണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. समुद्र तट के प्रति मन में एक ऐसा आकर्षण था कि मेरी यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता था. സമുദ്ര തട്ട് കെ പ്രതി മന്മേ ഏക് ऐसा ആകർഷൺ था. സമുദ്രതീരത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ആകർഷണമായിരുന്നു എനിക്ക് സമുദ്രത്തോടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം എത്തുന്നത് എന്താണ്? സമുദ്രവും അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. ബഹുത് ബാർ സോച്ചാ താ കി കഭി സമുദ്ര തട്ട് കെ സാത്ത് സാത്ത് ഏക് ലംബി യാത്ര കരൂങ്ക. വളരെയധികം തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സമുദ്രതീരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ, കടലിൻ്റെ വിശാലമായ തീരപ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകണമെന്ന് എൻ്റെ മനസ്സ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പരന്തു യാത്രാ കെ ലിയെ സമയ ആർ സാധൻ സാത്ത് സാത്ത് മേരെ പാസ് കഭി നഹി രഹത്തെ ഥേ. പക്ഷേ സമയവും സാഹചര്യവും എല്ലായ്പ്പോഴും എനിക്ക് ഒത്തുവന്നിട്ടുണ്ടായിരുന്നില്ല. ഉൻ ദിനോ നൗക്കരി ചോട് ധി തി ആർ പാസ് മേ കുച്ച് പൈസേ ഭി ഥേ. ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുകയും, നൗക്കരി ജോലി, ചോടിന ഉപേക്ഷിക്കുകയും എൻ്റെ കയ്യിൽ അത്യാവശ്യം പണവും ഉണ്ടായിരുന്നു. ഇസ്ലിയെ മേനെ തുരന്ത് ചൽ ദേനെ കാ നിശ്ചയ് കർ ലിയ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെടുവാൻ തീരുമാനിച്ചു. തുരന്ത്, പെട്ടെന്ന്. പെഹ്ലെ സോച്ചാക്കി സീധേ കന്യാകുമാരി ചലാ ജാവൂ. ആദ്യം ഞാൻ എന്താണ് ചിന്തിച്ചത്? നേരെ കന്യാകുമാരിയിലോട്ട് പോവാം. और वहाँ से रेल, मोटर या नाव जहाँ जो मिले उसमें पश्चिमी समुद्र तट के साथ साथ गोवा या बम्बई तक की यात्रा करूँ. और वहाँ से അവിടെ നിന്നും റെയിൽ, ട്രെയിനിലോ, മോട്ടർ യാ നാവ്, വണ്ടിയിലോ തോണിയിലോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതാണോ ആദ്യം ലഭിക്കുന്നത് അതിൽ കയറിയിട്ട് പശ്ചിമി സമുദ്ര തട്ട് കെ സാത്ത് സാത്ത്, പശ്ചിമ അതായത് കിഴക്കൻ തീരപ്രദേശത്തോട് ചേർന്നിട്ടുള്ള ഗോവയിലോ ബോംബെയിലോ ഒക്കെ എത്തിച്ചേരണം, അല്ലെങ്കിൽ അവിടങ്ങളിലൊക്കെ യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. രാസ്തേ മേ ജഹാ മൻ ഹുവ വഹി കുച്ച് ദിൻ രഹ് ജാവൂങ്ക. വഴിയിൽ എവിടെയാണോ എനിക്ക് തോന്നുന്നത് അവിടെ കുറച്ച് സമയം വിശ്രമിക്കാം, അല്ലെങ്കിൽ അവിടെ കുറച്ച് ദിവസം താമസിക്കാം. ഹമാരെ സ്കൂൾ മേ കയി ലോഗ് ദക്ഷിൺ ഭാരത് കെ ഥേ.
ഷിംലയിലെ ഞാൻ പഠിച്ച സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂളിൽ കുറേയധികം ആളുകൾ ദക്ഷിണ ഭാരതത്തിൽ ഉള്ളവരായിരുന്നു, സൗത്ത് ഇന്ത്യയിൽ നിന്നുമുള്ളവരായിരുന്നു. उनमें से एक ने कहा था कि रहने के लिए कन्नूर बहुत अच्छी जगह है. അപ്പം അതിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ദക്ഷിണ ഭാരതത്തിൽ നിന്ന് വന്ന സൗത്ത് ഇന്ത്യയിൽ നിന്നുമുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്തു പറഞ്ഞു എന്നോട്? ജീവിക്കാൻ, താമസിക്കാൻ നല്ലത് കണ്ണൂരാണ്, താമസിക്കാൻ നല്ല പ്രദേശമാണ് കണ്ണൂർ എന്ന് അവൻ പറയുകയുണ്ടായി. एक और का कहना था कि मैं एक बार कोल्लम पहुंच जाऊं तो वहाँ से और कहीं जाने को मेरा मन नहीं होगा. വേറൊരു സുഹൃത്ത് എന്താണ് പറഞ്ഞത്? ഞാൻ ഒരിക്കലെങ്കിലും കൊല്ലത്തെത്തിപ്പെടുകയാണെങ്കിൽ, കൊല്ലം അറിയാലോ നമുക്ക്, കൊല്ലത്തെത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോവുകയുണ്ടാവില്ല, അവിടെ തന്നെ താമസിക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ആ സ്ഥലം ഇഷ്ടപ്പെടും. നിങ്ങൾ കേട്ടിട്ടില്ലേ, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ളൊരു ചൊല്ലുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. दिल्ली में एक मित्र ने कहा था कि पश्चिमी समुद्र तट पर गोवा से सुंदर दूसरी जगह नहीं है. ദില്ലിയിലുള്ള ഒരു സുഹൃത്ത് എന്താണ് പറഞ്ഞത്? പശ്ചിമി സമുദ്ര തട്ട് പർ, കിഴക്കൻ തീരപ്രദേശങ്ങളിൽ, ഗോവാസേ സുന്ദർ ദൂസരി ജഗ, ഗോവയേക്കാൾ മനോഹരമായ വേറൊരു സ്ഥലം ഇല്ല. വഹാ ഖുലാ സമുദ്ര തട്ട് ഹെ, അവിടെ വളരെയധികം വിശാലമായ സമുദ്രതീരമാണ്. एक आदिम स्पर्श लिए പ്രാകൃതിക് രമണീയത ഹെ, അവിടെ എന്താണ്? പ്രകൃതിയുടെ മനോഹാരിതയാണ് അവിടെ മുഴുവനുമുള്ളത്. ആർ സബ്സെ ബഡി ബാത് യഹ് ഹെ കി ജീവൻ ബഹുത് സസ്ത ഹെ, പോരാത്തതിന് പ്രകൃതി രമണീയമായ സ്ഥലമാണ്, പോരാത്തതിന് എന്താണ്? അവിടുത്തെ ജീവിത ചെലവ് വളരെയധികം കുറവാണ്. സസ്ത എന്ന് പറഞ്ഞാൽ കുറവ്, ചുരുങ്ങിയ, ചിലവ് കുറഞ്ഞ എന്നുള്ള അർത്ഥം. മഹംഗ വില കൂടിയ, ജീവിത ചെലവ് കൂടിയ എന്നുള്ള അർത്ഥം. സസ്തയുടെ ഓപ്പോസിറ്റാണ് മഹംഗ. रहने खाने की हर सुविधा वहाँ बहुत थोड़े पैसों में प्राप्त हो सकती है. അപ്പോൾ താമസവും ഭക്ഷണവും അതിനുള്ള സൗകര്യങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ വളരെയധികം ചുരുങ്ങിയ പൈസ കൊണ്ട് തന്നെ, ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്കവിടെ ലഭിക്കും. എവിടെ? ഗോവയിൽ. മേരെ ലിയെ സബീ ജഗഹേ അപരിചിത് ഥി, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളും അപരിചിതമായിരുന്നു. ഈ പറഞ്ഞിരുന്ന എല്ലാ സ്ഥലങ്ങളും അപരിചിതമായിരുന്നു. ഇസ്ലിയെ മുജെ സഭീമേ ആകർഷൺ ലഗ് രഹാ ഥ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞു കേട്ട എല്ലാ സ്ഥലങ്ങളോടും എനിക്കൊരാകർഷണം തോന്നി, അവിടെയൊക്കെ പോകണമെന്ന് എനിക്ക് തോന്നി. കൊച്ചിൻ, കണ്ണൂർ, മാംഗ്ലൂർ, ഗോവ, കൊച്ചി, കണ്ണൂർ, മാംഗ്ലൂർ, ഗോവ, ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ് കൂട്ടുകാർ പറഞ്ഞത്. ആലപ്പി കെ ബാക്ക് വാട്ടേഴ്സ് ആർ നീൽഗിരി കി പഹാഡിയ, ആലപ്പുഴയിലെ ബാക്ക് വാട്ടർ, കായലുകൾ, നീലഗിരിയിലെ കുന്നുകൾ, പർവ്വതം അല്ലേ, നീലഗിരി കുന്നുകൾ. സബ്കെ പ്രതി മേരെ മൻമേ ഏക് സി ആത്മീയത ജാഗത്തി ഥി, അപ്പോൾ എല്ലാത്തിനോടും എനിക്കൊരു അഗാധമായ ഒരു ആത്മബന്ധം തോന്നി. ആത്മീയത, ആത്മബന്ധം. ജൈസെ കി മേരാ ഉൻ സബ് സ്ഥാനോ സെ കഭി കാ ഘനിഷ്ഠ സംബന്ധ രഹാ ഹോ. ജൈസെ കി മേരാ ഉൻ സബ് സ്ഥാനോ സെ, എങ്ങനെയാണ് എനിക്ക് അവയോടൊക്കെ ഒരു ആത്മബന്ധം തോന്നിയത്? മുൻപേ എനിക്ക് ഈ സ്ഥലങ്ങളോടൊക്കെ ഒരു ഗാഢമായ ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നി. അതായത് മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വർണ്ണനകളിലൂടെ ഈ സ്ഥലങ്ങളോടെല്ലാം തന്നെ എനിക്കൊരു ആകർഷണം തോന്നുകയും അവയുമായി, ആ സ്ഥലങ്ങളുമായി എനിക്കൊരു ആത്മബന്ധം ഉണ്ടാവുകയും ചെയ്തു. सबसे अधिक आत्मीयता കന്യാകുമാരി കെ തട്ട് കോ ലേക്കർ മെഹസൂസ് ഹോത്തി ഥി, അപ്പോൾ കൂടുതൽ എനിക്ക് ഒരു ഇൻറ്റിമസി അല്ലെ ഒരു ടച്ച് തോന്നിയത് കന്യാകുമാരി തീരത്തോടാണ്. മെഹസൂസ് ഹോന, അനുഭവപ്പെടുക, ആത്മീയത ഞാൻ പറഞ്ഞല്ലോ, അടുപ്പം. परंतु एक घने शहर की छोटी सी तंग गली में पैदा हुए व्यक्ति के लिए उस विस्तार के प्रति ऐसी आत्मीयता का अनुभव करने का आधार क्या हो सकता था. परंतु എന്നിരുന്നാൽ, പക്ഷേ ഒക്കെ അർത്ഥം. परंतु एक घने शहर की छोटी सी तंग गली में पैदा हुआ व्यक्ति के लिए, घने शहर ഒരു വലിയ പട്ടണം അല്ലേ, പട്ടണത്തിലെ ചോട്ടി സി തങ്ക് ഗലി, ചെറിയൊരു ഇടുങ്ങിയ തെരുവ്, തങ്ക് ഗലി ഇടുങ്ങിയ തെരുവ്,
തെരുവിൽ पैदा हुए ജനിച്ച വ്യക്തി के लिए വ്യക്തിക്ക് ഉസ് വിസ്താർ के പ്രതി ഈ വിശാലതയോട് കെ പ്രതി അതിനോട് ऐसी ആത്മീയത का ഇത്തരത്തിലുള്ള ഒരു അനുഭവം അനുഭവ് करने का തോന്നേണ്ട ആധാർ ക്യാ ഹോ സക്താ ഹേ ക്യാ ഹോ സക്താ ഥാ അനുഭവം അടുപ്പം തോന്നേണ്ടതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും. വലിയ സെൻറ്റൻസ് ആയതുകൊണ്ട് ടീച്ചർ ചെറുതാക്കി പറഞ്ഞു തന്നാണ്. ടീച്ചർ അത് മൊത്തത്തിൽ പറഞ്ഞുതരാം, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. परंतु एक घने शहर की छोटी सी तंग गली में पैदा हुए व्यक्ति के लिए उस विस्तार के प्रति ऐसी आत्मीयता का अनुभव करने का आधार क्या हो सकता था. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ പക്ഷേ എന്താണ്, വലിയൊരു പട്ടണത്തിലെ ചെറിയൊരു ഇടുങ്ങിയ തെരുവിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ഈ വിശാലതയോട് ഒരു അടുപ്പം തോന്നേണ്ടതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കാം. കേവൽ വിപരീത ആകർഷൺ വിപരീതത്തിനോടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യത്തിനോടുള്ള ആകർഷണമായിരിക്കുമോ. അപ്പം നമുക്കറിയാമല്ലേ, നമ്മൾ പട്ടണത്തിലൊക്കെ ടൗണിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കാൻ ഇഷ്ടമായിരിക്കും. അവർക്ക് ഗ്രാമത്തിനോട് താല്പര്യമായിരിക്കും. എന്ന് വെച്ചാൽ ശുദ്ധവായു ലഭിക്കും അല്ലേ, നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ടൗണിൽ സ്ഥിരമായി ജീവിച്ചിരുന്നവർ പറയും ഞങ്ങൾക്ക് ഗ്രാമമാണ് ഇഷ്ടം എന്ന് പറയും. അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ എന്തു പറയും, ടൗണിലാവുമ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാകും, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ടൗണിൽ കിട്ടും, അപ്പം ഞങ്ങൾക്ക് ടൗണിൽ താമസിക്കാനാണ് ഇഷ്ടം എന്ന് പറയും. അപ്പം നമുക്ക് എന്തിൻ്റെയും വിപരീതത്തിനോടാണ് നമുക്ക് ആകർഷണം ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതായിരിക്കാം എന്നിവിടെ ലേഖക് പറയണം. घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूँगा. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. കബ് എപ്പോൾ, കഹ എവിടെ, കിത്തനെ ദിൻ എത്ര ദിവസം, രഹുങ്ക താമസിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എവിടെ, എപ്പോൾ, എങ്ങനെ, എത്ര ദിവസം താമസിക്കണം എന്നുള്ളതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. हाँ, चलने तक इतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी न जाकर बम्बई होता हुआ गोवा चला जाऊंगा और वहाँ से कन्याकुमारी की और यात्रा प्रारंभ करूंगा. അപ്പോൾ ആദ്യം അയാൾ വിചാരിച്ചത് അല്ലേ, കന്യാകുമാരിയിലോട്ട് നേരെ പോകാം, കന്യാകുമാരിയിൽ പോയിട്ട് അവിടെ നിന്നും ബോംബെയിലും ഗോവയിലൊക്കെ പോകണമെന്നായിരുന്നു അദ്ദേഹം ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് അദ്ദേഹം യാത്ര ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും പ്ലാൻ മാറ്റി. എന്ത് ചെയ്തു, ആദ്യം പെഹലെ സീധേ, ആദ്യം നേരെ, സീധേ എന്ന് പറഞ്ഞാൽ നേരെ, കന്യാകുമാരി ന ജാക്കർ, കന്യാകുമാരിയിൽ പോവാതെ, ബംബൈ ഹോത്താ ഹുവ, ബോംബെയിൽ പോയിട്ട് ബോംബെയിൽ നിന്നും ഗോവ ചലാ ജാവുങ്ക, ഗോവയിലേക്ക് പോകാം. ആർ വഹാസെ കന്യാകുമാരിക്ക് ആർ യാത്ര പ്രാരംഭ കരുങ്ക, അവിടെ നിന്നും പിന്നീട് എവിടേക്ക് പോകാം, കന്യാകുമാരിയിലേക്കുള്ള യാത്ര തുടങ്ങാം. യഹ ഇസ്ലിയെ ചാഹത്താ താ കി മേരി യാത്ര കാ അന്തിം പടാവ് കന്യാകുമാരി ഹോ. അതിന് കാരണം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം ഇതാണ്, എൻ്റെ യാത്രയുടെ അന്തിമ സ്ഥാനം അല്ലെങ്കിൽ അന്തിമ ലക്ഷ്യം എവിടെയാണ്, കന്യാകുമാരി ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ എൻ്റെ പ്ലാന് അങ്ങനെ മാറ്റിയത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇവിടെ വരെ ടീച്ചർ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.